സ്നേഹമുള്ളവരെ, കലാസ്നേഹികളെ, നമസ്കാരം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് മടർത്തിയെടുത്ത അതിമനോഹരവും അത്യുജ്വലവുമായ ഒരു കഥയാണ് പ്രിയമുള്ളവരെ ഒരു കഥാപ്രസംഗമായി ഞങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. കഥയുണ്ട് പറയുവാൻ പലതുണ്ട് ബൈബിളിൽ, കഥയുണ്ട് പറയുവാൻ പലതുണ്ട് ബൈബിളിൽ. ഇരുളാർന്ന ജീവിത വഴികാട്ടിയ കഥയുണ്ട് പറയുവാൻ പലതുണ്ട് ബൈബിളിൽ. ഇരുളാർന്ന ജീവിത വഴികാട്ടിയ തെളിവാർന്ന സത്യങ്ങൾ, സനാതന മൂല്യങ്ങൾ, തെളിവാർന്ന സത്യങ്ങൾ, സനാതന മൂല്യങ്ങൾ. ഇടറുന്ന മർത്യർക്കു കൈവിളക്കാൻ, ഇടറുന്ന മർത്യർക്കു കൈവിളക്കാൻ, ഇടറുന്ന മർത്യർക്കു കൈവിളക്കാൻ. ഇക്കാണായ പ്രപഞ്ചങ്ങളെല്ലാം പ്രതിഭാസങ്ങളെല്ലാം സൃഷ്ടിച്ച സർവേശ്വരൻ, ആ മഹാശില്പി, സർവസമ്പത്തിനും സൗഭാഗ്യത്തിനും ഇരുളിനും വെളിച്ചത്തിനുമെല്ലാം നിദാനമായത് അവിടുന്ന് മാത്രം. ആ വിശ്വകലാകാരൻ, ആ പാതാരബിന്ദങ്ങളിൽ പ്രണാമമർപ്പിക്കാം. വിശ്വകലാകാരൻ, ദൈവം വിശ്വകലാകാരൻ, വിശ്വകലാകാരൻ, ദൈവം വിശ്വകലാകാരൻ. മണ്ണിലും വിണ്ണിലും കാറ്റിലും കടലിലും കാണുന്നു ദിവ്യ പ്രതിഭ. മണ്ണിലും വിണ്ണിലും കാറ്റിലും കടലിലും കാണുന്നു ദിവ്യ പ്രതിഭ, ദിവ്യ പ്രതിഭ. അവിടും നല്ലോ രാജ്യം, അവിടും നല്ലോ ശക്തി, അവിടും നല്ലോ മഹത്വം. അവിടും നല്ലോ രാജ്യം, അവിടും നല്ലോ ശക്തി, അവിടും നല്ലോ മഹത്വം. ക്രിസ്തുവിൽ ഒരു കവിയുണ്ട്, ഒരു ഗായകനുണ്ട്, കഥാകാരനുണ്ട്, നടനുണ്ട്, സാഹിത്യകാരനുണ്ട്. ആകാശത്തിലെ പറവകളെയും വയലിലെ ലില്ലിപ്പൂക്കളെയും കൂട്ടുപിടിച്ചാണ് മാംസം ധരിച്ച വചനം. അതെ, നമ്മുടെ ഗുരുവും രക്ഷകനും നാഥനുമായ ക്രിസ്തു വചനം വിതച്ചുകൊണ്ട് ഈ മണ്ണിലൂടെ നടന്നു നീങ്ങിയത്. ഹൃദയങ്ങൾ തോറും ദിവ്യസുതങ്ങൾ പൂന്തേൻ മധുരിമയായൊഴുകി. ഹൃദയങ്ങൾ തോറും ദിവ്യസുതങ്ങൾ പൂന്തേൻ മധുരിമയായൊഴുകി. സിയോൻ മലകൾ തൻ താഴ്വരയിൽ, സിയോൻ മലകൾ തൻ താഴ്വരയിൽ അരുവികൾ പോലും അതേറ്റുപാടി, അരുവികൾ പോലും അതേറ്റുപാടി. പല കഥകളും യേശു നമുക്കായി പറഞ്ഞിട്ടുണ്ട്. കാണാതെ പോയ ആടിനെ കണ്ടെത്തുന്ന ആട്ടിടയൻ്റെ കഥ, കാണാതെ പോയ നാണയം ഒടുവിൽ കണ്ടെത്തിയ സ്ത്രീയുടെ കഥ,
ഇതാ മൂന്നാമതൊരു കഥ കൂടി അവിടുന്ന് നമുക്കായി പറഞ്ഞു തരുന്നു. അതാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ, ധൂർത്തപുത്രൻ. പിതാവായ ദൈവത്തിൻ്റെ അതിരുകളും അളവുകളുമില്ലാത്ത സ്നേഹം എപ്രകാരം മാനവരിൽ ചൊരിയപ്പെടുന്നുവെന്ന് ഈ കഥയിലൂടെ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. കലാസ്നേഹികളെ, കഥ ആരംഭിക്കട്ടെ. അതാ നോക്കൂ, അങ്ങ് ദൂരെ പച്ചപ്പട്ട് വിരിച്ച ഗിരിശൃംഖങ്ങളുടെ നെറുകയിൽ വെള്ളിമേഘങ്ങളോട് മത്സരിച്ച് തലയുയർത്തി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ മണിമാളിക. ആകാശത്തെ ചുംബിച്ചു നിൽക്കും, ആകാശത്തെ ചുംബിച്ചു നിൽക്കും മാരിവിലൊത്ത മണിമേട. അതിലാളുകളോ മൂവരുണ്ട്, ആമോദത്തോടവർ വാണു. അതിലാളുകളോ മൂവരുണ്ട്, ആമോദത്തോടവർ വാണു. മക്കളു രണ്ടുപേരുണ്ടവിടെ, ഒരു സ്നേഹദാതനുമുണ്ടവിടെ. ആയിരം ആയിരം ആടുകളുണ്ട്, വേലക്കാരൊരു 100 ഉണ്ട്. ആകാശത്തെ ചുംബിച്ചു നിൽക്കും, ആകാശത്തെ ചുംബിച്ചു നിൽക്കും മാരിവില്ലൊത്ത മണിമേട. അതിലാളുകളോ മൂവരുണ്ട്, ആമോദത്തോടവർ വാണു. അതിലാളുകളോ മൂവരുണ്ട്, ആമോദത്തോടവർ വാണു. സ്വർഗസമാനം ജീവിച്ചിരുന്ന ഒരു കുടുംബം, അതിൽ 3 കഥാപാത്രങ്ങൾ. ഒരു നല്ല പിതാവ്, അദ്ദേഹത്തിന് തേജോരൂപികളായ 2 പുത്രന്മാർ, അളവറ്റ ഭൂസ്വത്തുക്കൾ, ആയിരക്കണക്കിന് ആടുമാടുകൾ, 100 കണക്കിന് വേലക്കാർ എന്നു വേണ്ട വലിയ വലിയ സൗഭാഗ്യങ്ങൾ. അങ്ങനെയിരിക്കെ ആ വീട്ടിൽ പതിവില്ലാത്ത ഒരു ശബ്ദം, ഒരപസ്വരം. ഇളയ മകനാണ് ഞാൻ, എനിക്ക്, ഇതാണവന്റെ മുദ്രാവാക്യം. തന്നെ മൂർത്തിഭാവം, അവൻ തന്നിഷ്ടം പൊന്നിഷ്ടം ദേവേഷ്ടം വിമ്മിഷ്ടം. സ്വാഗത തന്നെ മൂർത്തിഭാവം, അവൻ തന്നിഷ്ടം പൊന്നിഷ്ടം ദേവേഷ്ടം വിമ്മിഷ്ടം. തൻകാര്യം നേടുവാൻ വെട്ടിപ്പിടിക്കുവാൻ വിരുദേറും വൈഭവക്കാരനവൻ. തൻകാര്യം നേടുവാൻ വെട്ടിപ്പിടിക്കുവാൻ വിരുദേറും വൈഭവക്കാരനവൻ. വിരുദേറും വൈഭവക്കാരനവൻ. അപ്പാ, ചെവി കേൾക്കില്ലേ? എത്ര നാളായി ഞാനിത് പറയുന്നു. എനിക്ക് കിട്ടേണ്ട ഓഹരി എനിക്ക് തന്നുകൂടെ? സ്നേഹമുള്ളവരെ, മെയ് അനങ്ങാതെ യാതൊരു ചുമതലാബോധവുമില്ലാതെ മറ്റുള്ളവരുടെ തണലിൽ 4 നേരവും പുട്ടടിച്ച് സുഖിച്ചങ്ങ് കഴിയണം. അതാണ് അവനിഷ്ടം. പത്തായം പെറും, ശക്കി കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണി ഉണ്ണും. ഒരു പഴഞ്ചൊല്ലാകട്ടു. അതായത് പത്തായത്തിൽ തനിയെ ധാന്യം ഉണ്ടാകുമെന്നും അത് വേലക്കാരി കുത്തി അരിയാക്കി തരുമെന്നും അമ്മ അത് വെച്ച് വിളമ്പി തന്നെ ഊട്ടുമെന്നുമാണ് ധ്വനി. അപ്പാ! വീണ്ടും ഉയർന്നു മകന്റെ ശബ്ദം. മടുത്ത് ഞാനിവിടം പോകണം പരദേശത്തേക്ക്. തരൂ എന്റെ ഓഹരി. മോനെ, എന്തിന്റെ കുറവാണ് നിനക്കിവിടെ? പിച്ച വെച്ച് നീ വളർന്ന ഈ മണ്ണും വീടും വിട്ട് നിന്നെ പോറ്റി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്ന്, സഹോദരങ്ങളെ മറന്ന് എങ്ങോട്ടാണ് ഈ യാത്ര? എന്ത് നേടാൻ? മകന്റെ മട്ടാകെ മാറി. കത്തിജ്വലിക്കും കനലായി കണ്ണുകൾ, ഉരുകക്കോടികളോ കൂട്ടിമുട്ടി. കത്തിജ്വലിക്കും കനലായി കണ്ണുകൾ, ഉരുകക്കോടികളോ കൂട്ടിമുട്ടി. അധരം വിറയ്ക്കുന്നു, കൈകാൽ ധരിക്കുന്നു, അലറുന്ന സിംഹമായി.
ഇതാണോ വേദാന്തം? പ്രിയപ്പെട്ടവരെ, ആ പിതാവ് പിന്നെ മിണ്ടിയില്ല. എത്ര നാളായി താനിത് സഹിക്കുന്നു? മക്കളെ നന്നാക്കുവാൻ 4 ഉപാധികളാണ്: സാമ, ദാന, ഭേദ്യ, ദണ്ഡനങ്ങൾ. ഒന്നുകൊണ്ടും നേരെയാവാതെ വന്നാലോ ചൊല്ലിക്കൊടെ, തല്ലിക്കൊടെ, തള്ളിക്കൊടെ. മകന്റെ ദുർവാശയ്ക്ക് വഴങ്ങുവാൻ തന്നെ പിതാവ് തീരുമാനിച്ചു. അദ്ദേഹം സമ്പത്ത് ഭാഗിച്ചു. അവന്റെ ഭാഗം അവന് കൊടുത്തു. പിന്നെ ഒട്ടും വൈകിയില്ല. കിട്ടിയ സ്വത്തുമായി അവൻ പടികളിറങ്ങി. പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മെ ചുറ്റിപ്പറ്റിയുണ്ടെങ്കിലും വൃദ്ധരായ മാതാപിതാക്കൾക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുവാൻ, മരുന്ന് വാങ്ങിക്കൊടുക്കുവാൻ, നിങ്ങളുടെ സ്നേഹസാമീപ്യം അവർക്ക് കൊടുക്കുവാൻ തിരക്കിലും നമ്മൾ മറന്നു പോകരുത്. അവരുടെ മരണം വരെ അവരോടൊപ്പം നിന്നാൽ ലഭിക്കുന്നത് 1 കോടി പുണ്യമാണ്. ഒരു പള്ളികളിലും പോകണ്ട, ഒരമ്പലത്തിലും പോകണ്ട. അപ്പനെ കളഞ്ഞിട്ട്, അമ്മയെ കളഞ്ഞിട്ട്. അമ്മ എന്നെ ഉദരത്തിൽ ചുമന്നപ്പോൾ അപ്പൻ എന്നെ ഹൃദയത്തിൽ ചുമന്നു. എന്നിട്ടും ആ ഉദരവും ഹൃദയവും ചവിട്ടിമെതിച്ച് അവൻ പടിയിറങ്ങുമ്പോൾ അതവന്റെ നാശത്തിലേക്കാണെന്ന തിരിച്ചറിവാണ് പലർക്കും നഷ്ടമായി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബസ്വത്ത് എന്ന് പറയുന്നത് കാരണവന്മാരുടെ വിയർപ്പ. ഒരുളുപ്പും സങ്കോചവും ഇല്ലാതെയാണ് അവൻ അത് തട്ടിപ്പറിച്ച് സ്ഥലം വിട്ടത്. മാണവന്റെ മനോരാജ്യം പോലെ സ്വപ്നങ്ങൾ പലതും അവൻ കണ്ടു. പിന്നെ സുരപാനമായി, പാട്ടായി. പണിയും ഞാനൊരു പൂമണിമേട, പരിചാരികമാരായി പരദേശത്തരുളി മണിമാരും. പണിയും ഞാനൊരു പൂമണിമേട, പരിചാരികമാരായി പരദേശത്തരുളി മണിമാരും. നീന്തൽ കുളവും മാമ്പൽ കുളവും നീന്തി രസിക്കാൻ പൊന്തോണി. നീന്തൽ കുളവും മാമ്പൽ കുളവും നീന്തി രസിക്കാൻ പൊന്തോണി. പലവിധ മദ്യ കുപ്പികൾ പൊട്ടു പാട്ടും നൃത്തവും ആടി രസിക്കും. പലവിധ മദ്യ കുപ്പികൾ പൊട്ടു പാട്ടും നൃത്തവും ആടി രസിക്കും. പകിടകളിക്കും ചൂതാടും ഞാൻ, പകിടകളിക്കും ചൂതാടും. പകിടകളിക്കും ചൂതാടും ഞാൻ, പകിടകളിക്കും ചൂതാടും. ദിവസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയി. അതാ ഒരു മഹാനഗരം. സമയം അർദ്ധരാത്രി. ആ കാണുന്നതൊരു നിശാലയമാണ്. അവിടെ അതാ ആട്ടവും പാട്ടും നൃത്തവും അങ്ങനെ പൊടിപൊടിക്കുകയാണ്. അർത്ഥനഗ്നിയായി ആടിത്തിമിർക്കുന്ന ഒരു സുന്ദരാംഗന, ഒരു മാദകത്തിടമ്പ്. മാദക സുന്ദരിമായ സുന്ദരി മദന വികാരതരംഗിണി. മാദക സുന്ദരിമായ സുന്ദരി മദന വികാരതരംഗിണി. മദാലസ അവളുടെ വിഴിയിൽ മലരമ്പായി സ്വപ്നം വിരിയും. മതിമോഹിനി അവളുടെ ചൊടിയിൽ മന്ദഹാസമുതിരും മലര. പാതക സുന്ദരിമായ സുന്ദരി മദന വികാരതരംഗിണി. മാദക സുന്ദരിമായ സുന്ദരി മദന വികാരതരംഗിണി. കുടിച്ചു മതോന്മത്തരായ കുറെ ചെറുപ്പക്കാർ അവർ ആർത്തു ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു, ആക്രോശിക്കുന്നു. അതാ നർത്തകിക്കൊപ്പം ചുവടുകൾ വെക്കുന്ന ഒരു യുവ കോമളൻ. വിരിമാറിൽ വൈരക്കല്ലു പതിച്ച മരതക മണിമാല. വിരിമാറിൽ വൈരക്കല്ലു പതിച്ച മരതക മണിമാല. നവയൗവന കാന്തി കടഞ്ഞെടുത്ത തങ്കമയാണ്.
വിരിമാറിൽ വൈരക്കല്ലു പതിച്ച മരതകമണിമാല. നവവേഷഭൂഷാദികൾ ധരിച്ച് നർത്തനമാടുന്ന ആ ചെറുപ്പക്കാരൻ മറ്റാരുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഥാനായകൻ തന്നെ. ജീവിതം അവൻ ആഘോഷിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. പ്രഭാതങ്ങളും പ്രദോഷങ്ങളും അവനു മധുരോത്സവങ്ങളായി. ഹരം കൊള്ളിക്കുന്ന, ആഹാ, ത്രസിപ്പിക്കുന്ന, ഓഹോ, എത്രയോ മാദക രാവുകൾ, പകലുകൾ. ഇത്രമേലുന്മാദമേകിലീ ജീവിതം, എത്രമേൽ ധന്യമെന്നവൻ മൊഴിഞ്ഞു. ഇത്രമേലുന്മാദമേകിലീ ജീവിതം, എത്രമേൽ ധന്യമെന്നവൻ മൊഴിഞ്ഞു. ഉല്ലാസ പല്ലക്കിലേറി തന്റെ ജീവിതമുന്മാദമാക്കി, ദിനവും ജീവിതമുന്മാദമാക്കി. ഉല്ലാസ പല്ലക്കിലേറി തന്റെ ജീവിതമുന്മാദമാക്കി, ദിനവും ജീവിതമുന്മാദമാക്കി. ദിവസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയി. ഓട്ടക്കലത്തിലെ വെള്ളം കണക്കെ അവൻ്റെ പണസഞ്ചികൾ ഒന്നൊന്നായി ഒഴിഞ്ഞുകൊണ്ടിരുന്നു. സമൃദ്ധിയുടെ സോപാനത്തിൽ സന്തുഷ്ടിയുടെയും സംതൃപ്തിയുടെയും ഉത്തുംഗ ശൃംഗത്തിൽ വിലസിയിരുന്ന ആ കുബേരപുത്രൻ ഇന്നിതാ ചില്ലിക്കാശ് പോലുമില്ലാത്ത നിസ്വനായി മാറിക്കഴിഞ്ഞു. പല വാതിലും അവൻ മുട്ടിനോക്കി, ഒരു വാതിലും അവനു വേണ്ടി തുറന്നില്ല. അവന്റെ മേശയിലുണ്ട് രസിച്ചവർ, കുടിച്ചു മതിച്ചവർ, ചൂത് കളിച്ചവർ, കടം വാങ്ങിയവർ, അവദാനങ്ങൾ പാടിയവർ. ഇല്ലേ ഇല്ല, ആരും തന്നെ സഹായിക്കുവാനില്ല. പട്ടണവേശികളും ഇപ്പോൾ അവനെ കണ്ട മട്ടില്ല, അവരും പുച്ഛിച്ചു. പണമില്ലേ പോകടു, പണമില്ലേ നീ വെറും പിണമാടടാ. പണമുണ്ടോ പരദേശി, പണമില്ലേ പോകടു, പണമില്ലേ നീ വെറും പിണമാടടാ. കൂട്ടാരും കൂടില്ല, നിഴൽ പോലും കാണില്ല. കൂട്ടാരും കൂടില്ല, നിഴൽ പോലും കാണില്ല. പണമുണ്ടോ, പണമുണ്ടോ, പണമുണ്ടോ പരദേശി, പണമില്ലേ പോകടു, പണമില്ലേ നീ പിണമാടടാ. അപ്പോഴേ ഇത് കണ്ടവർക്ക് കയറിക്കിടക്കുവാനുള്ള സത്രമല്ല. ഇറങ്ങടോ പുറത്ത്. മദീന, നീ? അതെ, മദീന തന്നെ. എന്താ തുറിച്ചു നോക്കുന്നേ? വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇതേ സ്ഥലം വേറെയാ. കാൽക്കാശ് കയ്യിലില്ല. കുബേരപുത്രൻ പോലും, കുബേരപുത്രൻ. പോയി തേണ്ടടാ. അവനാ പടികളിറങ്ങി. എന്തെന്നില്ലാത്ത ഒരു പരിഭ്രാന്തി അവനെ പിടികൂടി. അപമാന ഭാരത്താൽ പൊലിഞ്ഞ ശിരസുമായി അലയുന്നു ദൂതൻ ഭൂതപുത്രൻ. അലയുന്നു ദൂതൻ ഭൂതപുത്രൻ. ആ മിഴിക്കുള്ളിൽ നിന്നും അടന്നു ചുടുകണ്ണീർ
ചവിട്ടി കാടുകളും മലകളും കുന്നുകളും കയറിയിറങ്ങി എവിടേക്കെന്നോ എന്തിനെന്നോ നിശ്ചയമില്ലാതെ ലക്ഷ്യം തെറ്റിയ വഞ്ചി കണക്കെ അവനങ്ങനെ ഉഴലുകയാണ്. തലയിൽ ഒരഗ്നിപർവ്വതം പൊട്ടിപ്പുകയുന്നു. കടന്തൽ കൂട് പൊട്ടിയതുപോലെ അവന്റെ ശിരസിൽ ആയിരം ഓർമ്മകൾ ഇരമ്പിയാർത്തു. കഷ്ടം. അഹങ്കാരാധിക്യത്താൽ ഞാൻ എൻ്റെ പിതാവിനെ ധിക്കരിച്ചു. ശാഠ്യങ്ങൾ എന്നെ വഞ്ചിച്ചു. സ്വന്തം പാപകർമ്മങ്ങൾക്കുള്ള മൂല്യം നൽകേണ്ട സമയം ആസന്നമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ എരിഞ്ഞടങ്ങുവാൻ തുടങ്ങി. ശ്മശാന തീരത്ത് പകലിന്റെ ശവമഞ്ചം നീങ്ങി ചോരവാർന്നൊഴുകുന്ന കബന്ധങ്ങൾ പോലെ ചെമ്മേകം തുണ്ടുകൾ കണ്ടു. ചോരവാർന്നൊഴുകുന്ന കബന്ധങ്ങൾ പോലെ ചെമ്മേകം തുണ്ടുകൾ കണ്ടു. യാമം കരിങ്കൊടിയൊന്നു നീട്ടി യാമിനി തൻ കൈയിൽ കൊടുത്തു. യാമിനി തൻ കൈയിൽ കൊടുത്തു. അയ്യോ, കയറിക്കിടക്കുവാൻ ഒരു കടവ് പോലും എനിക്കില്ലെന്നോ? എനിക്കു കൂട്ടായി ഈ തെരുവ് നായ്ക്കൾ മാത്രമോ? സമ്പത്താകെ അന്യർ അപഹരിച്ചു. എന്റെ പണം മദ്യശാലകളിലേക്കും വേശ്യാലയങ്ങളിലേക്കും ഒഴുകിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? തൊഴിലെനിക്കറിയില്ല. ഇറക്കുവാൻ ഞാൻ ലജ്ജിക്കുന്നു. മനസ്സിന്റെ തുലനങ്ങൾ പൊട്ടിത്തകർന്നൊരു ധൂർത്തനെ നിങ്ങൾക്കു കാണാം. ദുർഭഗനായ പതികനെ എല്ലാരും ഭ്രാന്തനെന്നാർത്തു വിളിച്ചു. കല്ലെറിഞ്ഞെല്ലാരും കൂകി വിളിച്ചപ്പോ എല്ലാം സഹിച്ചു നടന്നു. കല്ലെറിഞ്ഞെല്ലാരും കൂകി വിളിച്ചപ്പോ എല്ലാം സഹിച്ചു നടന്നു. പ്രിയപ്പെട്ടവരെ, പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയാറില്ലേ? കൂനിന്മേൽ കുരുവെന്ന പോലെ ദേശത്താകെ കഠിനക്ഷാമം. ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും വറ്റി വരണ്ടു. വയലേലകൾ വിണ്ട് കീറി. പക്ഷിമൃഗാദികൾ കൂട്ടത്തോടെ ചത്തുടുങ്ങി. ഭക്ഷണമില്ല, ജലമില്ല. കൊടും വിശപ്പിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ ഒരു പൗരന്റെ അടുത്തവൻ അഭയം തേടി.
അയാൾ അവനെ പന്നികളെ മേയ്ക്കുവാൻ വയലിലേക്ക് അയച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവിടെയും അവൻ അത്താണി കണ്ടെത്തിയില്ല. പസിയടക്കുവാൻ പാടുപെട്ടവന് പന്നിത്തീറ്റ പോലും പ്രാപ്യമായില്ല. നിരാശയോടെ അവൻ അവിടവും വിട്ടു. ഇരുൾ വീണ വഴിയിലൂടെയായി നിഴൽ പോലും കൂട്ടിനില്ലാതെയായി. ഇരുൾ വീണ വഴിയിലൂടെയായി നിഴൽ പോലും കൂട്ടിനില്ലാതെയായി. അലയാക്കുമീ മഹാസാഗരത്തിൽ തുഴപോയി അലയുന്ന നൗക പോലെ. അലയാക്കുമീ മഹാസാഗരത്തിൽ തുഴപോയി അലയുന്ന നൗക പോലെ. തുഴപോയി അലയുന്ന നൗക പോലെ. ആ സ്നേഹമുള്ളവരെ, അവന് സുബോധം വന്നു. ശിരസിൽ തീവ്രമായ പശ്ചാത്താപത്തിന്റെ തീക്കനൽ ആളിപ്പടരുകയാണ്. വഴിവക്കിലിരുന്ന് കൈവെള്ളയിൽ മുഖമമർത്തി അവൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ സുഭിക്ഷമായി കഴിയുന്നു. ഞാനോ ഇവിടെ പട്ടിണി മൂലം മരിക്കുന്നു. സ്ഫുടം വന്ന മനസ്സിൽ ഒടുവിൽ അവനൊരു തീരുമാനമെടുത്തു. തിരികെ പോവുക, പിതാവിൻ പക്കലേക്ക് മടങ്ങുക. പിന്നെ ഒട്ടും വൈകിയില്ല. ഊന്നുവടി കുനിഞ്ഞെടുത്തു. വലതുകാൽ മുന്നോട്ടാഞ്ഞു ചവിട്ടി. പതറുന്ന പാദങ്ങൾക്ക് ശക്തി കൊടുത്തു. വിറയ്ക്കുന്ന കരങ്ങൾക്ക് വീര്യമുണ്ടാക്കി ആ പാദങ്ങൾ മുന്നോട്ട് ചലിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. മകന്റെ വേർപാട് മുതൽ പിതാവിൻ്റെ ഭവനജാല വാതിലുകൾ പിന്നീട് ഇന്നോളം അടഞ്ഞിട്ടില്ല. ആ തേങ്ങൽ നിലച്ചില്ല. ആ കണ്ണീർ വറ്റിയില്ല. പിരിയരുതെന്നു ഞാൻ നിന്നോടു കെഞ്ചി, പോകരുതെന്നു പറഞ്ഞു. പിരിയരുതെന്നു ഞാൻ നിന്നോടു കെഞ്ചി, പോകരുതെന്നു പറഞ്ഞു. പിരിയരുതെന്നു ഞാൻ നിന്നോടു കെഞ്ചി, പോകരുതെന്നു പറഞ്ഞു. നിന്നില്ല ഏതോ മാതളിർക്കാടിന്, നിന്നില്ല ഏതോ മാതളിർക്കാടിന് മധുരം പകരുവാൻ പോയി. മധുരം പകരുവാൻ പോയി. പിടയുന്ന ആ പിതൃഹൃദയം മകൻ തിരികെ വരും, അവൻ വരും എന്ന് തന്നെ പ്രത്യാശിച്ചിരുന്നു. അതാ അടുത്ത നിമിഷം പിതാവിൻ്റെ തിരയുന്ന കണ്ണുകൾ അത് കണ്ടു കഴിഞ്ഞു. അങ്ങകലെ നിന്നും ആരോ നടന്നു വരുന്നു. പ്രാകൃതനായി, പരിക്ഷീണനായി, എല്ലുകൾ മാത്രം കൂട്ടിവച്ചുള്ളോരസ്ഥികൂടം,
എന്തിനോ വേണ്ടി ജീവൻ തുടിക്കുന്നതിനുള്ളിൽ രോഗങ്ങൾ ചവച്ചുഴിഞ്ഞിട്ട ചണ്ടിയല്ല ആരെന്നറിയുമ്പോൾ ഹൃദയം വിങ്ങിപ്പോ. പാറിപ്പറക്കുന്ന മുടിയിഴകൾ, മസ്രുക്കളാൽ ആവൃതമായ മുഖകമലം, കുഴിഞ്ഞൊട്ടിയ കവിളുകൾ, മുഷിഞ്ഞു കീറിപ്പറിഞ്ഞു തൂങ്ങിയാടുന്ന ജീർണിച്ച അല്പമാത്ര വസ്ത്രങ്ങൾ, പൊട്ടിയ വ്രണങ്ങളിൽ നിന്നും ഈച്ചകൾ ആർത്തിരമ്പുന്നു. ഒരിറ്റു ദാഹജലത്തിനായി നാവ് നീട്ടുകയാണ് പഥികൻ. പ്രിയപ്പെട്ടവരെ, അപ്പൻ മകനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്നേഹപാരവശ്യത്തോടെ പിതാവ് മകന്റെ അടുത്തേ കോടിയെടുത്തു. മോനെ, എന്റെ പൊന്നു മോനെ, ഈ വിധത്തിലാണല്ലോ ഈ അപ്പന് നിന്നെ കാണേണ്ടി വന്നത്. അപ്പാ മോനെ. ഓമനപുത്രനെ മാറിപ്പുണർന്ന് മാറോടണച്ചങ്ങ് അടുക്കിപ്പിടി. ഓമനപുത്രനെ മാറിപ്പുണർന്ന് മാറോടണച്ചങ്ങ് അടുക്കിപ്പിടി. മാറി മാറി നുകർന്നു ആക്കവിൽ രണ്ടു നീ മാണിക്യ പൊന്നിധി തിരിച്ചു കിട്ടി. താതനാനന്ദ ശുക്കൾ തൂകി, താതനാനന്ദ ശുക്കൾ തൂകി. സഹൃദയരെ, ഉള്ളു നിറഞ്ഞ് കണ്ണീരായപ്പോൾ കണ്ടു നിന്നവരും കരഞ്ഞുപോയി. ഇടനെഞ്ചു പൊട്ടി കുതിച്ചു വരുന്ന രോദനത്തെ പണിപ്പെട്ട് കടിച്ചമർത്തി ആ മകൻ പറഞ്ഞു, അപ്പാ, ഇനി മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യത എനിക്കില്ല. സ്വർഗത്തിനെതിരായും അങ്ങയ്ക്കെതിരായും നിരവധി പാപങ്ങൾ ഞാൻ ചെയ്തു പോയി. ഇനി നിന്റെ വേലക്കാരിൽ ഒരുവനായി എന്നെ കാണണമേ. പുത്രന്റെ പാപസങ്കീർത്തനമൊന്നും പിതാവ് കേട്ട മട്ടില്ല. അദ്ദേഹം കൽപ്പിച്ചു, സേവകരെ വരൂ, മേൽത്തരം പട്ടുകൊണ്ടുവന്നിവനെ ധരിപ്പിക്കൂ, കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കൂ. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ഒരു സദ്യ ഒരുങ്ങട്ടെ, നമുക്ക് ഭക്ഷിച്ചാനന്ദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. ഇവൻ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോഴിതാ വീണ്ടു കിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീട്ടിലെങ്ങും ആഹ്ലാദം അലതല്ലുകയാണ്. സത്യവട്ടങ്ങളുണ്ട്, വാദ്യഘോഷങ്ങളുണ്ട്, കൽഭരണിയിൽ മുന്തിരിച്ചാറുമുണ്ട്. ഓ, കൽഭരണിയിൽ മുന്തിരിച്ചാറുമുണ്ട്. സത്യവട്ടങ്ങളുണ്ട്, വാദ്യഘോഷങ്ങളുണ്ട്, കൽഭരണിയിൽ മുന്തിരിച്ചാറുമുണ്ട്. ഓ, കൽഭരണിയിൽ മുന്തിരിച്ചാറുമുണ്ട്. അപ്പുന്തകിലും കൊമ്പും കുഴലും കിന്നരങ്ങളും കേൾക്കണില്ലയോ? അപ്പുന്തകിലും കൊമ്പും കുഴലും കിന്നരങ്ങളും കേൾക്കണില്ലയോ? ആദപ്പുന്തകിലും കൊമ്പും കുഴലും കിന്നരങ്ങളും കേൾക്ക
മീട്ടും ഗാനം പാടും പഞ്ചമരാഗം മണിവീണകൾ മീട്ടും ഗാനം നർത്തനമാടും കന്യകമാർ ലക്ഷണമാർന്ന സുന്ദരിമാർ നർത്തനമാടും കന്യകമാർ ലക്ഷണമാർന്ന സുന്ദരിമാർ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തേനൊലി ഗാനങ്ങളാൽ ആ ഭവനം മുഖരിതമായി. നാടറിഞ്ഞു, നാട്ടാരറിഞ്ഞു. അറിഞ്ഞോ മാളോരെ, അറിഞ്ഞോ, അടിയൻ മകൻ മടങ്ങി വന്നു. മഹോത്സവമാണവിടെ, മഹോത്സവം. കേമമൊരു സദ്യയുമുണ്ട്. നാളേറെ പോകുന്നുണ്ട്, അയലാളർ പോകുന്നുണ്ട്. ആളേറെ പോകുന്നുണ്ട്, അയലാളർ പോകുന്നുണ്ട്. ആ നല്ല വാർത്തയോ കേട്ടറിഞ്ഞു ജനം ആമോദത്തോടത് പോകുന്നുണ്ട്. ആ നല്ല വാർത്തയോ കേട്ടറിഞ്ഞു ജനം ആമോദത്തോടത് പോകുന്നുണ്ട്. ആളേറെ പോകുന്നുണ്ട്, അയലാളർ പോകുന്നുണ്ട്. ഇളയപുത്രന്റെ പ്രത്യാഗമനത്തിൽ കൊണ്ടുപിടിച്ച ആഘോഷങ്ങൾ, സദ്യവട്ടങ്ങൾ, വാദ്യമേളങ്ങൾ, കന്യകമാരുടെ നൃത്തഘോഷണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവിടെ അങ്ങനെ നടക്കട്ടെ. ഏതാനും നിമിഷം മറ്റൊരു ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി വരാം. അതാ അധിക ദൂരത്തിലല്ലാതെ കാണപ്പെടുന്ന മനോഹരമായ ഒരു വയലേല. ഇന്നലെ വരെ പച്ചപ്പട്ട് വിരിച്ച് ഹരിതശോഭയിൽ മുങ്ങിക്കുളിച്ച് നിന്നിരുന്ന ആ കൃഷിയിടം ഇപ്പോൾ ആഹാ, തൊടുത്തു പഴുത്ത് സ്വർണ്ണ നിറമാർന്ന ചോളവും ബാർലിയും ഗോതമ്പും തിനിയും തിങ്ങി വിളഞ്ഞ് തലയും കുമ്പിട്ട് നിൽക്കുന്ന നയനമനോഹരമായ കാഴ്ച. അന്തിക്കതിരവന്റെ സുവർണശോഭയിൽ സ്വർണവർണ്ണമാർന്ന മേഘങ്ങളെ ഇടയ്ക്കിടെ മറയ്ക്കും വിധം കുരുവിക്കൂട്ടങ്ങൾ അങ്ങനെ ചുറ്റിപ്പറക്കുന്നു. ചെഞ്ചുണ്ടിൽ കൊത്തിയെടുത്ത ധാന്യക്കതിരുകളുമായി ഊടണയാൻ വെമ്പിപ്പറന്നുയരുന്ന പച്ചപ്പനം തത്തകൾ. പക്ഷികളുടെ കളകളാരവും കൂജനങ്ങളും കൊണ്ട് അന്തരീക്ഷമാകം മുഖരിതമായിരിക്കുന്നു. ആനന്ദവും ആഹ്ലാദവും അലയടിക്കുന്ന അധ്വാനശീലരായ അതേ നിഷ്കളങ്കരായ കർഷകരുടെ വിളവെടുപ്പ് മഹോത്സവമാണവിടെ. അവരല്ലേ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ സ്വർഗത്തിൻ്റെ രാജ്യശില്പികൾ. അതാ നോക്കൂ, ആ മനോഹരമായ ചോളപ്പാടത്തിൻ്റെ നടവരമ്പിലൂടെ അതാ ഒരു ചെറുപ്പക്കാരൻ കൈലേന്തിയ കതിർക്കുലകൾ അർദ്ധചന്ദ്രാകൃതിയിൽ അന്തരീക്ഷത്തിലേക്ക് വീശി ചുഴറ്റി ആനന്ദലോലനായി അവൻ നീളത്തിൽ ഈണത്തിൽ പാടുകയായി. കൊയ്ത്തുകാർ ആണാളും പെണ്ണാളും മധുരമായി ആ ഗാനം ഏറ്റുപാടുകയായി. പാടം വിളഞ്ഞേ, ചോളപ്പാടം വിളഞ്ഞേ, കൊയ്ത്തു തുടങ്ങി, വിളക്കൊയ്ത്തു തുടങ്ങി. പാടം വിളഞ്ഞേ, ചോളപ്പാടം വിളഞ്ഞേ, കൊയ്ത്തു തുടങ്ങി, വിളക്കൊയ്ത്തു തുടങ്ങി. നാടിനുത്സവമായി ആരവമായി ഗ്രാമമുണർന്നേ, നാടിനുത്സവമായി ആരവമായി ഗ്രാമമുണർന്നേ. സൂര്യൻ പടിഞ്ഞാറ് ചരുവിൽ ചായമിടുന്നേ, നല്ല വീരാളിപ്പട്ടു ഞൊറിഞ്ഞുടുത്തേ, നല്ല വീരാളിപ്പട്ടു ഞൊറിഞ്ഞുടുത്തേ. ഇവിടെയാണാളും പെണ്ണാളും വേപ്പണിയുന്നേ, ഇവിടെയാണാളും പെണ്ണാളും വേപ്പണിയുന്നേ, ഇവിടെയാണാളും പെണ്ണാളും വേപ്പണിയുന്നേ, ഇവിടെയാണാളും പെണ്ണാളും തെയ്യാറോ, ഇവിടെയാണാളും പെണ്ണാളും തെയ്യാറോ, ഇവിടെയാണാളും പെണ്ണാളും തെയ്യാറോ, തെയ്യാറോ. നേരം കടന്നുപോയി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ഇരിഞ്ഞടങ്ങുവാൻ തുടങ്ങുന്നു. ഇതൊന്നും അറിയാതെ ഒരാളതാ വയലിലെ അധ്വാനവും കഴിഞ്ഞു മടങ്ങി വരുന്നു. പൗരുഷം മുറ്റി നിൽക്കുന്ന മുഖഭാവം,
ചുറുചുറുക്കും ചുണയുമുള്ള എടുപ്പും നടപ്പും ധീരതയാർന്ന നോട്ടം ആ വീട്ടിലെ സീമന്തപുത്രനാണ്. കമ്പിളിക്കോട്ടുമിട്ട് കയ്യിലൊരു കൈക്കോട്ടും തൂക്കിയിട്ട് അറ്റ തോളിലിട്ട് കാരിരുമ്പിൻ മാറുകാട്ടി കാലടി വച്ചടുക്കണുണ്ട്. കമ്പിളിക്കോട്ടുമിട്ട് കയ്യിലൊരു കൈക്കോട്ടും തൂക്കിയിട്ട് അറ്റ തോളിലിട്ട് കാരിരുമ്പിൻ മാറുകാട്ടി കാലടി വച്ചടുക്കണുണ്ട്. കമ്പിളിക്കോട്ടുമിട്ട് സുമുഖനും അരോഗദൃഢഗാത്രനുമായ ഒരു ചെറുപ്പക്കാരൻ, അധ്വാനിക്കാതെ ഭക്ഷിക്കുന്ന പ്രകൃതക്കാരനല്ലവൻ. സമൃദ്ധിയിലും അവൻ അധ്വാനിക്കുന്നു. ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം തനിക്കുണ്ട്, അതിനുള്ള മനസ്സും. അവൻ സംതൃപ്തനാണ്. ഇട്ടിക്കൊത്ത മേനിയുണ്ട്, ഇട്ടിക്കൊത്ത മേനിയുണ്ട്, കാരിരുമ്പിൻ കരുത്തുണ്ട്. ഇട്ടിക്കൊത്ത മേനിയുണ്ട്, കാരിരുമ്പിൻ കരുത്തുണ്ട്. കാട്ടുതേനിൻ മനസ്സുണ്ട്, കാര്യത്തിനു ധൈര്യമുണ്ട്. കാട്ടുതേനിൻ മനസ്സുണ്ട്, കാര്യത്തിനു ധൈര്യമുണ്ട്. ഇട്ടിക്കൊത്ത മേനിയുണ്ട്. നിശ്ചയദാർഢ്യവും കൈക്കരുത്തുമുള്ള ആണൊരുത്തൻ. പതിവില്ലാത്ത ആഹ്ലാദാർവങ്ങൾ കേട്ടവനൊന്ന് പകച്ചു. ഹേയ്, എന്താണിതൊക്കെ? എന്തിനാണ് ഈ ആരവും ബഹളവും? ചോദിച്ചത് കേട്ടില്ല. എന്തിനാണ് ഈ പാട്ടും കൂത്തും? ഭൃത്യനുണർത്തിച്ചു. അങ്ങ് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അങ്ങയുടെ അനുജൻ മടങ്ങി വന്നു. കേമം ഒരു സദ്യ ഒരുക്കുവാൻ യജമാനൻ കൽപ്പിച്ചിട്ടുണ്ട്. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നാണ് സദ്യ. പ്രിയപ്പെട്ടവരെ, വെടിമരുന്നിന് വഴിമരുന്നിട്ടിട്ട് ആ ഭൃത്യൻ കടന്നുപോയി. ഇത് കേട്ട മൂത്തപുത്രൻ അസ്വസ്ഥനും ദുഃഖാകുലനുമായി. പിന്നെ താപമായി, കോപമായി. ഇതെന്തൊരു നീതി, ഇതെന്തൊരു ന്യായം? ഈ വീട്ടിൽ ഞാനിനി എന്തിന്? അപ്പൻ അവനുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, വീട്ടിലേക്ക് കടക്കുവാൻ പോലും മനസ്സാകാതെ പരിഭവമാർന്നവൻ പുറത്തു നിന്നു. ഇതറിഞ്ഞ പിതാവ് ധൃതിയിൽ പുത്രസമീപമെത്തി. മോനെ, നീ എത്തിയോ? നീ അറിഞ്ഞില്ലേ? നിന്റെ സഹോദരൻ തിരികെ എത്തിയടാ. നിനക്കവനെ കാണണ്ടേ? വരൂ മകനെ, ഭവനത്തിലേക്ക് വരൂ. മതിയപ്പാ, മതി. എത്ര നാളായി ഞാൻ ഈ ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും അങ്ങയോട് ഞാൻ മറുതലിച്ചിട്ടില്ല. എന്നിട്ടും എൻ്റെ കൂട്ടുകാരോടൊപ്പം ഉല്ലസിക്കുവാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും അങ്ങനെ കേകിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ വേശികളോട് ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി കൊഴുത്ത കാളയെ കൊന്ന് സദ്യ. സ്നേഹമുള്ളവരെ, ആ പിതാവ് വാത്സല്യത്തോടെ പുത്രനെ ആശ്ലേഷിച്ചു. പരിഭവമാന്നു പിണങ്ങി നിൽക്കും പ്രിയമോലും കൺമണി പുത്രനെയോ. പരിഭവമാന്നു പിണങ്ങി നിൽക്കും പ്രിയമോലും കൺമണി പുത്രനെയോ. കറയറ്റ വാത്സല്യത്തോടെ പുൽകി, കറയറ്റ വാത്സല്യത്തോടെ പുൽകി. നെറുകയിൽ മുത്തി മൊഴിഞ്ഞു കാതൻ, നെറുകയിൽ മുത്തി മൊഴിഞ്ഞു കാതൻ, നെറുകയിൽ മുത്തി മൊഴിഞ്ഞു കാതൻ. എൻ്റെ പൊന്നുമകനെ, സ്നേഹകുമാര, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ മകനെ? ഇപ്പോൾ നമുക്ക് ആനന്ദിക്കാം.
നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. ഇവൻ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. മൂത്ത പുത്രൻ ശാന്തനായി, പിന്നെ അവൻ മിണ്ടിയില്ല. പരാതിപ്പെട്ടെങ്കിലും അവൻ അനുസരണയുണ്ട്, അച്ചടക്കമുണ്ട്, ദൈവഭയമുണ്ട്, വിനയമുണ്ട്, ക്ഷമയുണ്ട്. ധൂർത്തനായിരുന്നവനെ ഏറെ നാൾ അപ്പനെ നഷ്ടമായിരുന്നു, അമ്മയെ നഷ്ടമായിരുന്നു, സഹോദരങ്ങളെയും സഹോദരികളെയും ബന്ധുമിത്രാദികളെയും നഷ്ടമായിരുന്നു. എന്നാൽ മൂത്തപുത്രനാകട്ടെ ഒരു നിമിഷവും തൻ്റെ പിതാവിനെ നഷ്ടമായില്ല, മാതാവിനെ നഷ്ടമായില്ല, സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ നഷ്ടമായില്ല. ചുരുക്കത്തിൽ അവൻ്റെ പുസ്തകത്തിൽ നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും കണക്കുകളെ ഇല്ല എന്ന് സാരം. യേശുവിൽ പ്രിയരെ, അവിടുന്ന് അരുൾ ചെയ്ത ഈ മനോഹര കഥയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ ഒരു കാര്യം സ്മർത്തവ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്ന ഈ തിരുവചന ഭാഗം കേവലം ഒരപ്പൻ്റെയും 2 മക്കളുടെയും കഥ മാത്രമല്ല, നമ്മുടെ കഥയും കൂടിയാണ്. പിതാവായ ദൈവത്തിൽ നിന്നും അകന്ന് പാപികളായി ധൂർത്തരായി മാറിപ്പോകുന്ന നമ്മുടെ ഏവരുടെയും കഥ മാത്രമല്ല, ഐ ആം ഓക്കെ, യു ആർ റോങ് എന്ന് പലപ്പോഴും കുറ്റം വിധിക്കുന്ന ഫരിസേയ മനോഭാവമുള്ള മൂത്തപുത്രന്റെ പ്രതിനിധികളായ നമ്മുടെ ഓരോരുത്തരുടെയും കഥ. എല്ലാവരെയും നേടുവാൻ, കൂട്ടിച്ചേർക്കുവാൻ പിതാവിൻ്റെ അനുവാദത്തോടെ ഇറങ്ങിത്തിരിച്ച യേശുതമ്പുരാനും ഒരു സ്നേഹധൂർത്തൻ തന്നെയായിരുന്നില്ലേ? അതെ, പാപലേശമേശാത്ത പരിശുദ്ധൻ. കാണാതെ പോയ ആടിനെ തേടി തൻ്റെ ജീവൻ സ്നേഹമായി, ത്യാഗമായി, ഹോമമായി, പാഥേയമായി പാപികളായ നമ്മൾക്ക് വേണ്ടി സ്നേഹം ധൂർത്തടിച്ചു. താൻ സ്വന്തം ജീവൻ ബലിയേകി. അവിടുത്തെ സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. അവിടും നല്ലോ രാജ്യം, അവിടും നല്ലോ ശക്തി, അവിടും നല്ലോ മഹത്വം. അവിടും നല്ലോ രാജ്യം, അവിടും നല്ലോ ശക്തി, അവിടും നല്ലോ മഹത്വം. അവിടും നല്ലോ മഹത്വം, അവിടും നല്ലോ മഹത്വം. ഇത്രയും നേരം ഈ കഥാപ്രസംഗം കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച സഹൃദരായ നിങ്ങൾക്കേവർക്കും നിസ്സീമമായ നന്ദി, നമസ്കാരം.